സുന്ദരനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ്റെ മനസ്സിൽ എന്താ പറയുക ഒരു രീതി, ആ ഒരു സ്വഭാവം, അവനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ്റെ മനസ്സിലുള്ള ആ ഒരു രൂപം എന്തായിരുന്നു ശിവസുന്ദരൻ? ശിവസുന്ദരൻ എന്ന് പറഞ്ഞാലേ ചിട്ടുള്ള നല്ലൊരു അടക്കൊതുക്കുള്ള ആനയാണ്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇന്നതായി ഒരു ആനയോട് പറയണ്ട. അതായത് കോലം കയറ്റാലും നല്ലൊരു ഐശ്വര്യമുള്ളൊരു ഒത്തൊരു ആനയാണല്ലോ. അത് എവിടെ ചെന്നാലും കയറ്റിയെന്നുള്ളൊരു ആനയാണ്. അതെ, എവിടെ ചെന്നാലും തടമ്പാണ്. അല്ലെങ്കിൽ പിന്നെ കൂടെ നിൽക്കാനൊന്നും അതിന് കിട്ടില്ല. അതിനുള്ള പ്രൗഢിയുള്ള ആനയാണ്. അതെ, ഒരേ ആനകൾക്ക് ഒരേ പ്രൗഢി. പാമ്പാടിക്ക് ഒരു പ്രൗഢി, ശിവസുന്ദറിന് വേറൊരു, ഗുരുവായൂർ പപ്പനാവിനൊരു പ്രൗഢി. അങ്ങനെ ഓരോ മനുഷ്യന്മാരായാലും പല മോഡലാണല്ലോ. അതേമാതിരി ആനകളും നല്ലൊരു ആനയായിരുന്നു. അതിനെന്തോ ആ സമയത്ത് കർഷകാല സമയം ആയിരം കെട്ട് വന്നു. മുമ്പ് ഇതമാതിരി വന്നിട്ടുണ്ട് 10-40 ദിവസം. എന്നിട്ട് അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് മുടക്കിയും ചിലവാക്കിയും അതിനെ കൊണ്ടുവന്ന് തിരിച്ചു. പക്ഷെ എന്ത് പറ്റിയാണോ ആനയ്ക്ക് അങ്ങനെ ആയിപ്പോയി. നല്ലൊരു ആനയാണ്. ആ ഒരു വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രതിമയിൽ ഇങ്ങനെ എന്താ വെണ്ണക്കല്ല് ശില്പം കൊത്തിവെച്ച മാതിരി തന്നെ, കൊത്തിവെച്ച മാതിരി വെറുതെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആളെ ചിറക പോയത്. ആളെ അടിയാട്ടായി പോയാൽ ഇത്ര വിഷമം ആൾക്കുണ്ടായിട്ടുണ്ടാവും. ശിവസുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോഹത്തിനെടുത്ത ആനയല്ല. അത് കഴിഞ്ഞപ്പോൾ ആ ദേവസ്ഥയിൽ ഇരുത്തി ഞാൻ ഒരു ആന എടുക്കാം, എനിക്കൊരു ആന വേണമെന്നുകൊണ്ടാണ് അയ്യപ്പനെ എടുത്തത്. അപ്പൊ അതിനോടായി ഇഷ്ടം. പിന്നെ അയ്യപ്പന് ശിവന് മാത്രമല്ല, ഒരുവിധ ആനകളൊക്കെ ആൾക്ക്, ആന എന്ന് പറഞ്ഞാൽ മൃഗം, ഒരു തത്തമ്മ വരെ ആൾക്ക് ഇഷ്ടമാണ്. ഒരു തത്തമ്മയ്ക്ക് 25,000 അങ്ങോട്ട് ചിലവായി. ചിറകുമ്പോൾ പരിക്ക് വരും. പിന്നെ ആനക്കാരും കാശിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നല്ല ഫുഡും റൂമും അരിയും ഗ്യാസും എല്ലാ സാധനങ്ങളും ഇറക്കി തരും. ശമ്പളം, ചോദിക്കുന്ന കാശ്, അങ്ങനെ. പിന്നെ ദേവസ്ഥൻ്റെ ആനയായിട്ടും ആള് അവിടെ നിർത്തി നോക്കിയായിരുന്നു. ആന പട്ടിറക്കലൊക്കെ ചിലവ് ആളുടെ. ദേവസ്ഥൻ്റെ ഒന്നും 10 ചോദിക്കാറില്ല. മരുന്ന് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. പട്ടിറക്കുന്ന കണക്കൊക്കെ ആളെന്നെ ഇറക്കി കൊടുക്കണം. ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ ആൾ പോയിട്ട് വരും. 2 ആനയ്ക്കും തുല്യമായിട്ട് കൊടുക്കും. മാറ്റി വെച്ച് ഒളിപ്പിച്ച് വെച്ച് കൊടുക്കുന്ന പരിപാടിയില്ല. ശിവസുന്ദരൻ എപ്പോഴും കണ്ണിൽ ഓർക്കണേ. 2 കൊമ്പ് പൊന്തി കൈ മുട്ടിക്കണ ചെയ്യും വെച്ചാൽ ആ മോഹം നല്ല ഇതായിരുന്നു. ആ തറയിൽ നിൽക്കുമ്പോഴേ സുന്ദരമേൻ്റെ അവിടെ അതിലെ പോകുമ്പോ എപ്പോഴും നോക്കും. തറയിൽ ബസ്സിൽ അതിലൊക്കെ പോകുമ്പോ നോക്കും. അതാ എന്ത് ചെയ്യാനാ ഒറ്റ കിടക്കണ. നമ്മള് അത്രയും പ്രിയപ്പെട്ട നമ്മൾ എപ്പോഴും അവിടെയൊക്കെ നോക്കുമ്പോ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നൊരു തോന്നുന്നു. അങ്ങനെ ഐശ്വര്യമുള്ളൊരു ആനയാണ്. ബ്രാഹ്മണ ഗുണത്തിൽ പെട്ടെന്നൊക്കെ പറയാ. ശരി, അതെ, ആനേ